അഞ്ചലിലെ സപ്ലൈകോ കേന്ദ്രത്തിൽ നിന്നും നെടിയറ സ്വദേശിനിയായ വീട്ടമ്മ വാങ്ങിയ മല്ലി പൂത്ത് ഉപയോഗയോഗ്യമല്ലാത്തതെന്ന് പരാതി. സംഭവത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ മാർക്കറ്റ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറിയും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷനുമായ ഷൈൻ ബാബുവിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. നെടിയറ സ്വദേശിയായിട്ടുള്ള ഒരു അമ്മ ഇന്നിവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ അതിനകത്ത് മല്ലി അടക്കമുള്ള സാധനങ്ങളിൽ പൂപ്പൽ കണ്ടതിന്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയെ വിളിച്ച് വിവരം അറിയിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ അതിനകത്ത് പൂപ്പൽ അടക്കമുള്ള സാധനങ്ങൾ മല്ലിയിലൊക്കെ കണ്ടതിന്റെ സാഹചര്യത്തിലാണ് ഇവിടെ സംസാരിച്ചത്. ഇവിടെ മാനേജരും അതുപോലെ തന്നെ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥരും എല്ലാം ഇപ്പം വിളിച്ചിരുന്നു. മാനേജർ ഇവിടെ വന്നു. അപ്പോൾ വന്നിട്ടുള്ള പോരായ്മകൾ പരിശോധിച്ച് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എക്സ്പയറി ഡേറ്റ് ഇല്ലാത്ത മുഴുവൻ സാധനങ്ങളും, എക്സ്പയറി ഡേറ്റ് പ്രിന്റിംഗ് ഇല്ലാത്ത ലൂസായിട്ട് കൊടുക്കുന്ന മുഴുവൻ സാധനങ്ങളുടെയും ക്വാളിറ്റി പരിശോധിക്കണം, സ്റ്റോക്കിന്റെ ക്വാളിറ്റി പരിശോധിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്ത് അങ്ങനെയുള്ള സാധനങ്ങളെ കൊടുക്കുകയുള്ളൂ എന്നുള്ള ഒരു ഉറപ്പ് എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയായാലും ഇങ്ങനെയുള്ള പോരായ്മകൾ കണ്ടു കഴിഞ്ഞാൽ വലിയ സമര പ്രക്ഷോഭങ്ങളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനായിട്ടുള്ളത്. പ്രതിഷേധം നടത്തിയിട്ടും മാനേജർ ഉൾപ്പെടെയുള്ള സപ്ലൈകോ അധികൃതർ ആരും എത്താത്തതിനെ തുടർന്ന് സ്ഥാപനത്തിന്റെ ഷട്ടറുകൾ അടയ്ക്കാനുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നീക്കം സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഇടപെട്ട് ഒഴിവാക്കി. ഒരു 10 മിനിറ്റും കൂടെ നോക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ ഷട്ടർ ഇടാം. വരുവാന്ന് പറഞ്ഞ് പിന്നീട് മാനേജരെത്തി പരാതി അന്വേഷിക്കുമെന്നും ഉപയോഗയോഗ്യമല്ലാത്ത യാതൊന്നും വിൽപ്പന നടത്തുന്നില്ലെന്നുമുള്ള ഉറപ്പിന്മേൽ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. അതേസമയം ഓണം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ അടുത്തു വരുന്ന സാഹചര്യത്തിൽ മോശം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നും വിൽപ്പന തടയുമെന്നും ഡിവൈഎഫ്ഐ നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാട്ടുവാർത്ത, അഞ്ചൽ.